So today, we, third Pharm.D and fourth Pharm.D is here to do a awareness class presentation on World Antibiotic Awareness Week starting from 18 November to 24 November 2020. So this year's theme is preventing antimicrobial resistance together. So okay, അപ്പോൾ നമ്മൾ ആന്റിബയോട്ടിക് അവയർനെസ് വീക്കിന്റെ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ആ ഒരു ഇതിന്റെ അവയർനെസിന്റെ ഭാഗമായിട്ടുള്ള ക്ലാസ് ഇപ്പോൾ ഇരിക്കുന്നത്. സോ ആദ്യം നമുക്ക് എന്താണ് ബാക്ടീരിയ എന്ന് നോക്കാം. സോ എന്താണ് ബാക്ടീരിയ എന്ന് പറയുന്നത്? ആരെങ്കിലും bacteria എന്ന് പറഞ്ഞാൽ they are microorganisms which are single cell which has been seen in almost every surface. ഇപ്പോൾ നമ്മുടെ ചുറ്റിലും ഉള്ള ഒരു സാധനമാണ് ഈ മൈക്രോബ്സ് അല്ലെങ്കിൽ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇരിക്കുന്ന ഡെസ്കിൽ നമ്മുടെ കയ്യിൽ മുഖത്ത് എല്ലായിടത്തും ഉള്ള ഒരു ബാക്ടീരിയ. നമുക്ക് ഈ ബാക്ടീരിയനെ പല രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നല്ല ബാക്ടീരിയ ഉണ്ട്, അല്ലാത്ത ബാക്ടീരിയ ഉണ്ട്. സോ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ മൈക്രോഫ്ലോറ എന്ന് പറയുന്നത് അത് നമ്മുടെ എപ്പിത്തീലിയത്തിൽ ഉള്ള ഒരു ബാക്ടീരിയ. ആ ഒരു ബാക്ടീരിയ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ അവർ ഗുഡ് മെറ്റബോളിസം ആൻഡ് ഫോർ മെയിൻറ്റെയിനിങ് ഇന്റഗ്രിറ്റി ഓഫ് ദി GI എപ്പിത്തീലിയം അങ്ങനെയുള്ള ഫംഗ്ഷൻസിലുള്ള ബാക്ടീരിയ മൈക്രോഫ്ലോറയിലുണ്ട്. ഇനി അടുത്തത് ഈ കോളൈസ് സ്റ്റെഫൈലോകോക്കസ് അങ്ങനെയുള്ള ബാക്ടീരിയക്കാരെ നമ്മുടെ ബോഡിയിൽ ഓരോരോ അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയ. സോ അതൊക്കെ നമ്മുടെ ബോഡിയിൽ കേടായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയ. So next about the discovery of bacteria. The bacteria was first discovered by Antibiotic in the year 1674, and he is considered as the father of microbiology since he discovered this bacteria by using simple microscopes. Okay. Then ഈ അടുത്ത് പറയുന്നത് എന്താണ് ഈ ഒരു ബാക്ടീരിയയുടെ ക്ലാസിഫിക്കേഷൻ പറയുന്നത്. ഇപ്പോൾ നമുക്ക് പല രീതിയിൽ ബാക്ടീരിയനെ ക്ലാസിഫൈ ചെയ്യാം. ഇപ്പോൾ നമുക്ക് പറയാം ഗ്രാം പോസിറ്റീവ്, ഗ്രാം നെഗറ്റീവ്. അതെന്ന് പറഞ്ഞാൽ ഗ്രാം സ്റ്റെയിനിങ് കാണിക്കുന്നുണ്ടെങ്കിൽ ഗ്രാം പോസിറ്റീവ്, സ്റ്റെയിനിങ് കാണിക്കുന്നില്ല എന്നാണ് നമ്മൾ പറഞ്ഞത് ഗ്രാം നെഗറ്റീവ് എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഗ്രാം പോസിറ്റീവിന് ഏതൊക്കെ പറയാം? സ്റ്റെഫൈലോകോക്കസ്, സ്ട്രെപ്റ്റോകോക്കസ് എക്സെട്ര. ഗ്രാം നെഗറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും ഏതൊക്കെയാണ്? ഈ കോളൻ, മൈക്രോബാക്ടീരിയം അങ്ങനെയുള്ള ഓരോരോ ബാക്ടീരിയാസ്. അതേപോലെ തന്നെ ഈ ഒരു ബാക്ടീരിയ വേറൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഷേപ്പ് വെച്ചിട്ട് ഇപ്പോൾ ഒരു കോമ ഷേപ്ഡ്, റോഡ് ഷേപ്ഡ് അങ്ങനെയുള്ള ഓരോ ഷേപ്പ് വെച്ച് നമുക്ക് ബാക്ടീരിയ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് വാട്ട് യു മീൻ ബൈ ആന്റിബയോട്ടിക്സ്. നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ടൈപ്പ് വേർഡ് ആണ്, ഒരു ഡ്രഗാണ് ആന്റിബയോട്ടിക് എന്ന് പറയുന്നത്. എന്താണ് ആന്റിബയോട്ടിക്സ്? These are the chemical molecule which involved in preventing or killing the microorganisms that have been entered into our body. നമ്മുടെ ബോഡിയിൽ കയറിയിട്ടുള്ള ആവശ്യമല്ലാത്ത ബാക്ടീരിയയോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തൊരു ഓർഗാനിസത്തിനെ ഇല്ലാതാക്കാനുള്ള എബിലിറ്റി ഉള്ള ഒരു കെമിക്കൽ മോളിക്യൂളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആന്റിബയോട്ടിക്സ് എന്നുകൊണ്ട് പറയുന്നത്. ഈ ഒരു ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത് എസെൻഷ്യൽ ഡ്രഗ് ആണ്. ഓക്കെ, അതായത് ഒരുപാട് അസുഖങ്ങൾക്ക് കാരണമാവുന്ന ബാക്ടീരിയനെ കൊല്ലാനായിട്ടുള്ള കഴിവുള്ള ഒരാളാണ് ആരെന്ന് പറയുന്നത് ഈ ഒരു ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ പറയുന്നത് ഹിസ്റ്ററി ഓഫ് ആന്റിബയോട്ടിക്സ്. ഈ ഒരു ആന്റിബയോട്ടിക്സ് ഇന്ന് കാണുന്ന രീതിയിൽ എങ്ങനെയൊക്കെ വന്നു? ഇപ്പൊ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സ്ട്രെപ്റ്റോമൈസിൻ ഉണ്ട്. ഇപ്പൊ ഹിസ്റ്ററി ഓഫ് ആന്റിബയോട്ടിക്സിന്റെ ഹിസ്റ്ററി എങ്ങനെയാണ്? ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ കാണുന്ന ബയോട്ടിക്സോട്ട് എത്തുന്നതിന് മുന്നേ ഒരു ഹിസ്റ്ററി ഉണ്ട്, അതിന് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ആ സ്റ്റാർട്ടിങ്ങിനെ പറ്റിയാണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. സ്റ്റാർട്ടിംഗ് പറയുവാണെങ്കിൽ അറൗണ്ട് ഒരു 1900 ആയപ്പോഴത്തേക്കും നമ്മളൊരു ആന്റിബയോട്ടിക് എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ട് ആളുകൾ സ്റ്റാർട്ട് ചെയ്തു. അന്നുണ്ടായ ഒരു വലിയൊരു ബ്രേക്ക്, ഇപ്പോൾ ഉണ്ടായ ഒരു കോവിഡ് പോലെ അന്നുണ്ടായ ഒരു വലിയൊരു ബ്രേക്ക് ത്രൂ ആയിരുന്നു സിഫിലിസ് പറഞ്ഞൊരു അസുഖം. സോ ആ ഒരു അസുഖത്തിന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ഡ്രഗ് ആയിരുന്നു സൽവാർസൻ എന്ന് പറഞ്ഞത്. അതിന് ആ ഒരു ഡ്രഗിനെ
ആണ് ആന്റിബയോട്ടിക്സിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് ഒരുപാട് രീതിയിൽ ആന്റിബയോട്ടിക്സ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ബേസ്ഡ് ഓൺ ദെയർ മെക്കാനിസം ഓഫ് ആക്ഷൻ, ബേസ്ഡ് ഓൺ ദെയർ ഏരിയ, ബേസ്ഡ് ഓൺ ദെയർ ഡോസ്, ബേസ്ഡ് ഓൺ ദെയർ ഫംഗ്ഷൻ. അങ്ങനെ ഒരുപാട് രീതി നമുക്ക് ബേസ്ഡ് ഓൺ ദെയർ കെമിസ്ട്രി, അങ്ങനെ ഒരുപാട് രീതി നമുക്ക് ഈ ആന്റിബയോട്ടിക്സ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ബേസ്ഡ് ഓൺ മെക്കാനിസം ഓഫ് ആക്ഷൻ ആണെങ്കിൽ ഒരു സെൽ വാൾ സിന്തസിസ് ഇൻഹിബിറ്റർ ആണ് നമുക്ക് എന്തൊക്കെ പറയാം, പെൻസിലിനെ പറയാം, സെഫാലോസ്പോൺസിനെ പറയാം, അങ്ങനെയുള്ള കുറേ എക്സാമ്പിൾസ് പറയാം. ഇൻ ദ കേസ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ് ഇൻഹിബിറ്റേഴ്സ് ആണ് നമുക്ക് ഏതൊക്കെ പറയാം, ഡെറ്റാസെൻസ് പറയാം, ക്ലോറോഫെനിക്കോൾ പറയാം, സെപ്റ്റോബൈസിസ് പറയാം, അസ്ട്രോബൈസിസ് പറയാം, അങ്ങനെ കുറേ എക്സാമ്പിൾസ് പറയാം. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ അനുസരിച്ച് നമുക്ക് പല രീതിയിൽ ആന്റിബയോട്ടിക്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അടുത്ത പറഞ്ഞാൽ ആന്റിബയോട്ടിക്സ് വർഷം കൊടുത്തപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഇനി അടുത്ത പറഞ്ഞത് എന്താണ്, മോഡേൺ യൂറോ ഓഫ് ആന്റിബയോട്ടിക്സ്. ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്ന മോഡേൺ ആയിട്ടുള്ള ആന്റിബയോട്ടിക്സിന്റെ സിറ്റുവേഷൻ എന്താണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു അറൗണ്ട് 1900 തൊട്ട് ഇവിടെ ഉള്ള ഒരു ട്രീറ്റ്മെന്റ് റെജിമൻ ആണ് ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓരോ ഇൻഫെക്ഷൻസ് വരുമ്പോഴും എടുത്ത് ട്രീറ്റ് ചെയ്യാറുണ്ട്. സോ അപ്പൊ എന്ത് സംഭവിച്ചു, ഓവറായിട്ട് ഈ ആന്റിബയോട്ടിക്സിന്റെ യൂസേജ് ഉണ്ടാവാനായിട്ട് തുടങ്ങി. അതിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു ഫിനോമിനയാണ് ആന്റി മൈക്രോബിയൽ അല്ലെങ്കിൽ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ ഒരു കഴിക്കുന്ന മരുന്ന് ബാക്ടീരിയ വീണ്ടും റെസിസ്റ്റന്റ് ആവാനായിട്ട് തുടങ്ങി. അപ്പോൾ ആ ഒരു ഡ്രഗ് നമ്മൾ എടുത്താലും നമ്മുടെ ബോഡിയിൽ പ്രത്യേകിച്ച് ഒരു എഫക്റ്റും ഉണ്ടാവാണ്ടിരിക്കുന്ന കണ്ടീഷൻ, അതാണ് ഈ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഞാൻ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിന്റെ കോസസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാരണം കൊണ്ടാണ് ഈ ഒരു ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത്. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ പ്രിസ്ക്രൈബിംഗ് ഓഫ് ആന്റിബയോട്ടിക്സ്. ആന്റിബയോട്ടിക്സിന്റെ ഓവർ പ്രിസ്ക്രിപ്ഷൻ നടത്തുന്നത്. ഓക്കെ, ഇപ്പം ഡോക്ടേഴ്സ് ആവശ്യമില്ലാണ്ട് ആന്റിബയോട്ടിക്സ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരാൾക്ക് ആക്ച്വലി ആവശ്യം ഉണ്ടായിരുന്നില്ല ഒരു ആന്റിബയോട്ടിക് വെറുതെ ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ആ ഒരു കൾച്ചറിന്റെ റിസൾട്ട് പറഞ്ഞിട്ടില്ല. മേ ബി അയാൾ കൊണ്ടുവന്നത് ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിരിക്കും, പക്ഷെ കൊടുത്ത ഡ്രഗ്സിന്റെ ആയിട്ടുള്ള വേറൊരു ഫോമിലോട്ട് മാറിക്കൊണ്ടായിരിക്കും ഇരിക്കുന്നത്. സോ അങ്ങനത്തെ ഉള്ള കണ്ടീഷൻസ്, അങ്ങനത്തെ ഉള്ള സംഭവമായിരിക്കും എന്തുണ്ടാകുന്നത്, ഈ ഒരു ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത്. സെക്കൻഡ് വൺ ഈസ് പേഷ്യന്റ് നോട്ട് ഫിനിഷിംഗ് ദെയർ ട്രീറ്റ്മെന്റ്. പേഷ്യൻസ് കറക്റ്റ് ആയിട്ട് അവരുടെ ട്രീറ്റ്മെന്റ് റെജിമൻ ഫോളോ ചെയ്യാണ്ടിരിക്കും. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്, ഒരു ആന്റിബയോട്ടിക് എടുക്കുവാണെങ്കിൽ മിനിമം എന്താണ് ഒരു ട്രീറ്റ്മെന്റ് റെജിമൻ എന്ന് പറയുന്നത്, 3 days, 5 days, 9 days, അങ്ങനെ ഓരോ ട്രീറ്റ്മെന്റ് റെജിമൻ ഒരു കോഴ്സ് ഓഫ് തെറാപ്പി ഉണ്ട്. അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പാലിക്കണം. അത് പാലിച്ചാൽ മാത്രമേ അതിന്റെ എഫക്ട് നമ്മുടെ ബോഡിയിൽ കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഇന്ന് നമ്മളൊരു 5 ഗ്രാം എടുത്താൽ മതിയായിരിക്കും ആ ഒരു ഡോസ്, പക്ഷെ നമ്മൾ വീണ്ടും ആ ഒരു അസുഖം വരുവാണെങ്കിൽ അത് 5 ഗ്രാമിൽ നിൽക്കുന്നില്ല. വീണ്ടും നമുക്ക് ഇതിന്റെ ഇരട്ടി ഡോസ് എടുത്താൽ മാത്രമേ ആ ഒരു ബാക്ടീരിയയെ ഇല്ലാണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ. തേർഡ് എന്ന് പറഞ്ഞാൽ ഓവർ യൂസ് ഓഫ് ആന്റിബയോട്ടിക്സ് ഇൻ ലൈഫ് സ്റ്റോക്ക് ആൻഡ് ഫാം. അതിപ്പോ നമ്മുടെ ചിക്കൻ, മട്ടൺ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ആ ഒരു അതിന്റെ ഒറിജിനൽ ആനിമൽസ് ഉണ്ടായിരുന്നല്ലോ, കവ്, ഗോട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പം അതിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു അസുഖങ്ങളൊക്കെ ബാധിച്ചിട്ട് ആ ഒരു ആനിമലിന് ഓൾറെഡി ആന്റിബയോട്ടിക്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ആക്ച്വലി എന്തെങ്കിലും ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വാങ്ങിച്ച് കഴിക്കുമ്പോൾ നമ്മളുടെ ബോഡിയിലും ആ ഒരു റെസിസ്റ്റന്റ് ആയിട്ടുള്ള ബാക്ടീരിയ ഉണ്ടാകും. അതാണ് വേറെ കോസ്. പിന്നെ നമ്മൾ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർ ഇൻഫെക്ഷൻസ് ഇൻ ഹോസ്പിറ്റൽസ്, അവിടെയൊക്കെ ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ എന്തോ ഇൻഫെക്ഷൻസിന്റെ ഒക്കോറൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിയുവാണെങ്കിൽ അവിടെയും ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട്. അടുത്ത് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിനെ കുറച്ചുകൂടി മനസ്സിലാക്കാനുള്ള ഒരു വീഡിയോ ആണ്.
കോസസ് എന്തൊക്കെയാണ്, ഈ ഒരു ഓവർ പ്രിസ്ക്രിപ്ഷൻസ്, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു എന്താണ് പശു, അതുപോലെ തന്നെ ആട്, അങ്ങനെയുള്ളതൊക്കെ വരുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ കാരണമായിരിക്കും മേ ബി ഉണ്ടാകുന്നത്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. എനിക്കിപ്പോൾ ഒരു അസുഖം വന്നു, ആ അസുഖത്തിന് കാരണം എന്ന് പറയുന്നത് ഈ ഒരു ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ബാക്ടീരിയ ആണെന്ന് വിചാരിക്കാം. അപ്പം ഞാൻ വഴി എൻ്റെ ഫാമിലിയിൽ ആ ഒരു ഇൻഫെക്ഷൻസ് ട്രാൻസ്മിറ്റ് ചെയ്യും. അവർ വഴി ഈ ഒരു സൊസൈറ്റിയിൽ അത് പിന്നെ ട്രാൻസ്മിറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇത് കൊണ്ട് കാണിക്കുമ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ എന്നെ നോക്കുന്ന ഡോക്ടേഴ്സ്, നഴ്സുമാർ, അവർക്കും ഞാൻ വഴി ഒരു ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ബാക്ടീരിയ പോകും. സോ അങ്ങനെയായിരിക്കും ഇതിങ്ങനെ കമ്മ്യൂണിറ്റി ലെവലിൽ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ബാക്ടീരിയ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ സ്പ്രെഡ് നടക്കുന്നത്. അതാണ് ഒരു ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ മെക്കാനിസം ഓഫ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്. എങ്ങനെയൊക്കെയാണ് ഈ ഒരു ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഈ ഒരു ഫിനോമിനൻ ബാക്ടീരിയയിൽ ഉണ്ടായി വരുന്നത് എന്നാണ് നമ്മൾ ഇനി അടുത്ത പറഞ്ഞത്. ഇത്രയും കോസസ് ഒക്കെ കാരണം എങ്ങനെ ഇത് ഉണ്ടാകുന്നത്. മെയിൻലി 4 മെക്കാനിസം വഴിയാണ് ഈ ഒരു ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ലിമിറ്റിംഗ് ദ അപ്ടേക്ക് ഓഫ് ഡ്രഗ്. നമ്മൾ കറക്റ്റ് എമൗണ്ട് ഡ്രഗ് എടുക്കാണ്ടിരിക്കും. ഇപ്പോൾ ഒരു ബാക്ടീരിയ കൊല്ലാനായിട്ട് ഇത്ര എമൗണ്ട് ഓഫ് ഡ്രഗ് ആയിരിക്കും ആവശ്യമായിട്ടുള്ളത്. അത് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ബോഡിക്കകത്ത് എടുക്കാണ്ടിരിക്കും. അങ്ങനെ എടുക്കാണ്ടിരിക്കുമ്പോൾ വേണ്ടിയ എമൗണ്ട് ഓഫ് ഡ്രഗ് ആയിരിക്കില്ല ആ ഒരു ബാക്ടീരിയ ബോഡിക്കകത്തോട്ട് കയറുന്നത്. അപ്പോൾ അതിന് പെട്ടെന്ന് അതിന് അതുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് ആ ഒരു ഡ്രഗിനെ റിജക്ട് ചെയ്ത് കളയാൻ എളുപ്പമായിരിക്കും. അതാണ് ഒന്നാമത്തെ മെക്കാനിസം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡിഫൈ ദ ഡ്രഗ് ടാർഗറ്റ്. ഓരോരോ ആന്റിബയോട്ടിക്കിനും ആ ഒരു ബാക്ടീരിയയിൽ ഓരോരോ ടാർഗറ്റ് ഉണ്ടായിരിക്കും. ഇപ്പം സെൽവാളിനെ ഇൻഹിബിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ടോപ്പിങ്സിനെ ഇൻഹിബിറ്റ് ചെയ്യുക, അങ്ങനെ ഓരോരോ മെക്കാനിസം ഉണ്ടായിരിക്കും. സോ ആ ഒരു കറക്റ്റ് ടാർഗറ്റിൽ എത്താണ്ടിരിക്കുക, അല്ലെങ്കിൽ ആ ഒരു ടാർഗറ്റിൽ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻസ് വരുത്തി വയ്ക്കുക, അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും ഈ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത്. ഇനി തേർഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനാക്ടിവേറ്റ് ഡ്രഗിനെ ഇനാക്ടിവേറ്റ് ചെയ്ത് വിടുക. ഫോർ എക്സാമ്പിൾ ഇപ്പം ബീറ്റാ ലാക്ടനേസ് പോലത്തെ എൻസൈംസ് ഒക്കെ ആണെങ്കിൽ എന്തോ സംഭവിക്കും, സെൽവാൾ സിന്തസിസ് ഇൻഹിബിറ്റേഴ്സ് ആയിട്ടുള്ള പെൻസിലിനെ സെഫലോസ്പോറിനെയൊക്കെ ഇല്ലാണ്ടാക്കി കളയാനുള്ള കേപ്പബിലിറ്റി ആ ഒരു എൻസൈമിനുണ്ട്. അങ്ങനെയുള്ള ഇനാക്ടിവേഷൻസ് ഉണ്ടാവുക. അത് കാരണം എന്ത് സംഭവിക്കും, റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. ഫോർത്ത് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവ് ഡ്രഗ് എഫ്ലെക്സ്. അതായത് ഒരു ബാക്ടീരിയനെ ഇല്ലാണ്ടാക്കണമെങ്കിൽ ആ ഡ്രഗ് ബാക്ടീരിയയുടെ ബോഡിക്കകത്തോട്ട് കയറിയിട്ട് കുറച്ച് സമയം അവിടെ നിന്ന് അതിന്റെ ആക്ഷൻസ് ചെയ്താൽ മാത്രമേ ആ ഡ്രഗിന് എന്ത് സംഭവിക്കുന്നത്, കറക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ അവിടെ ഉണ്ടാകുള്ളൂ. അത് ഉണ്ടാകുന്ന കയറിയ സ്പീഡിൽ തന്നെ ആ ഒരു ഡ്രഗ് ഇറങ്ങി പോകുക ആ ഒരു ബാക്ടീരിയയുടെ ബോഡി. അത് കാരണം എന്ത് സംഭവിക്കും, ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഈ 4 മെക്കാനിസം വഴിയാണ് മെയിൻലി ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത്. ഇനി അടുത്തുള്ള കോംപ്ലിക്കേഷൻസ് ഓഫ് ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ്. എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഈ ഒരു ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിനെ സീരിയസ് ആയിട്ട് കണ്ടില്ല എങ്കിൽ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് വഴിയാണ് ഇത് പോകുന്നത് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസ്ഡ് മോർബിഡിറ്റി ആൻഡ് മൊർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഡെത്ത് റേറ്റ് വരെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഒരു അസുഖം വന്നിട്ട് കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഡിക്രീസ് ആയിട്ട് ഈവൻ ഡെത്തിലോട്ട് വരെ ലീഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റർ ഹെൽത്ത് കെയർ കോസ്റ്റ്. ഇപ്പോൾ ഒരു അസുഖം വന്നിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നിട്ട് 2-3 ദിവസം മേ ബി കിടന്നാൽ മതിയായിരിക്കും. പക്ഷേ ഒരു ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് കാരണം കൂടുതൽ ദിവസം അവിടെ കിടക്കേണ്ടി വരികയും ചെയ്യും, നമ്മുടെ ഹെൽത്ത് കെയർ കോസ്റ്റ് കൂടുകയും ചെയ്യും. ഇതൊക്കെയാണ് ഇതിന്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത പറഞ്ഞത് വാട്ട് ഈസ് ദ മാനേജ്മെന്റ് ഓഫ് ദിസ് ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. മാനേജ്മെന്റ് അതുപോലെ തന്നെ അതിന്റെ പ്രിവെൻഷനും എന്തൊക്കെയാണ്. ഓക്കെ, പ്രിവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആന്റിബയോട്ടിക്സ് ആവശ്യമില്ലാണ്ട് ഉപയോഗിക്കുന്ന രീതി നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യണം. നമ്മുടെ ഇഷ്ടപ്രകാരമല്ല. ഒരു ഡോക്ടർ നമുക്ക് പ്രിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്, ഓക്കെ നിങ്ങൾക്ക് ഇന്നൊരു അസുഖമാണ്, ഇതിന് ആന്റിബയോട്ടിക് എടുത്തേ പറ്റുള്ളൂ എന്ന് പറയുവാണെങ്കിൽ മാത്രം ഡോക്ടർ പറയുന്ന എമൗണ്ടിന്, പറയുന്ന ഫ്രീക്വൻസിയിൽ, പറയുന്ന ഡ്യൂറേഷനിൽ ആ ഒരു ആന്റിബയോട്ടിക്സ് എടുക്കുക. അല്ലാത്ത പക്ഷം സ്വന്തമായിട്ട് ഒരിക്കലും ഇഷ്ടപ്രകാരം ഏതെങ്കിലും ആന്റിബയോട്ടിക്സ് പോയി എടുക്കരുത്. അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലാബ് വാല്യൂസ് കറക്റ്റ് ഡിറ്റർമൈൻ ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു ബ്ലഡ് കൾച്ചറോ യൂറിൻ കൾച്ചറോ വന്നതിന് ശേഷം അതിനകത്ത് എന്ത് ബാക്ടീരിയയുടെ പ്രസൻസ് ആണോ ഉള്ളത് അതുണ്ടെങ്കിൽ മാത്രം അത് ഏതിനാണോ വേണ്ടത്, അതിന് ഏത് ട്രീറ്റ്മെന്റ് ആണോ കൊടുക്കേണ്ടത്, ആ ട്രീറ്റ്മെന്റ് പ്രകാരമുള്ള ആന്റിബയോട്ടിക്സ് മാത്രം എടുക്കുക. അല്ലാതെ ആവശ്യമില്ലാത്ത ആന്റിബയോട്ടിക്സ് എടുത്ത് ബോഡിനെ ഓൾറെഡി റെസിസ്റ്റന്റ് ആക്കി വെക്കാണ്ടിരിക്കുക. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രിവെൻഷൻ എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആന്റിബയോട്ടിക്സ് എടുക്കേണ്ട സാഹചര്യം മാക്സിമം ഇല്ലാണ്ടാക്കുക. അതായത് ഇൻഫെക്ഷൻസ്, ഡിസീസസ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവാണ്ടിരിക്കുക നമ്മൾ മാക്സിമം പ്രിവെന്റ് ചെയ്യുക. ആ ഒരു ബാക്ടീരിയയുടെ എക്സ്പോഷർ മാക്സിമം കുറയ്ക്കാനായിട്ട് നോക്കുക.
ഓർഗാനിസം ഒരു ഡ്രഗുമായിട്ട് റെസിസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ ഡ്രഗ് കൊണ്ട് യാതൊരുവിധ യൂസും ഉണ്ടായിരിക്കില്ല. ഇനി അടുത്ത റോൾ ഓഫ് ഫാർമസിസ്റ്റ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ ഓരോരുത്തരും നാളെ എന്താണ് ആവാൻ പോകുന്നത് പറഞ്ഞിരിക്കുമല്ലോ. എന്തെങ്കിലും പറയും നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ട്. ഫോട്ടോ എടുത്താണല്ലേ ചോദിച്ചത്. അപ്പം നമ്മൾ ഓരോ ആൾക്കാരും ആദ്യം ചെയ്യേണ്ട കാര്യമാണ് എന്താണ്. ഇപ്പോൾ ഒരു പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് നമ്മുടെ കയ്യിലൊരു ആന്റിബയോട്ടിക്കിന്റെ ആള് വന്ന് പറയുവാണ് നമുക്ക് വേണം ആന്റിബയോട്ടിക്സ് വേണം എന്ന് പറയുന്നെങ്കിൽ ഒരിക്കലും ആ ഡ്രഗ് നമ്മൾ ഡിസ്പെൻസ് ചെയ്യരുത്. കറക്റ്റായിട്ട് പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാവൂ. ഒരാളിന് ഇതിൽ തൊണ്ടയിൽ എന്തോ പോലെ ഇരിക്കണം നിങ്ങൾക്ക് ഒരു ആന്റിബയോട്ടിക് തരുമോ എന്ന് വന്ന് ചോദിക്കാണ്ട് ഒരിക്കലും കൊടുക്കരുത്. അയാളെ ഡോക്ടറെ അടുത്ത് പറഞ്ഞു വിട്ടതിന് ശേഷം ഡോക്ടർ പറഞ്ഞാൽ മാത്രം ഒരു ആന്റിബയോട്ടിക് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ പേഷ്യൻസിനെ മാക്സിമം കൗൺസിൽ ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നത്. അടുത്തത് വരുന്നത് റോൾ ഓഫ് പേഷ്യൻറ്റ്. പേഷ്യൻ്റ് പറഞ്ഞാൽ അതിനകത്ത് എല്ലാ ആൾക്കാരും വരും. ഡോക്ടേഴ്സ് വരും, ഫാർമസിസ്റ്റ് വരും, സാധാരണ ആൾക്കാരും വരും. എല്ലാവരും വരുന്ന ഒരു കാര്യമാണ്. സോ പേഷ്യൻ്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിനെ ചെയ്യാൻ പ്രിവെന്റ് ചെയ്യേണ്ട എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനാണ് ഇനി അടുത്ത പറയാനായിട്ട് പോകുന്നത്. അതായത് ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു ആന്റിബയോട്ടിക്സ് ഉണ്ടെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് റെജിമെന്റ് കറക്റ്റായിട്ട് നോക്കുക. അല്ലെങ്കിൽ കറക്റ്റായിട്ട് തന്നെ ഫോളോ അപ്പ് ചെയ്യുക. വൺസ് ഒരു 5 ദിവസമോ 9 ദിവസമോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കറക്റ്റ് അത്രയും ദിവസം കഴിച്ചതിന് ശേഷം മാത്രമേ ആ ഡ്രഗ് സ്റ്റോപ്പ് ചെയ്യാൻ പാടുള്ളൂ. അത് മാത്രമല്ല സപ്പോസ് അത് എടുത്തുകൊണ്ടിരിക്കും നമുക്കത് കുറഞ്ഞില്ല എങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം ഒരിക്കലും ഡോസ് കൂട്ടിയോ ഡ്യൂറേഷൻ കൂട്ടിയോ എടുക്കാൻ പാടില്ല. എന്തെങ്കിലും നമുക്ക് തോന്നണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഡോക്ടറിന്റെ ഇൻസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഡോസ് കൂട്ടാനും ഡ്യൂറേഷൻ കൂട്ടാനും പാടുള്ളൂ. ഓക്കെ, അതാണ് വേറൊരു കാര്യം. പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനൊരു ഡ്രഗ് എടുക്കും, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഫുള്ളായിട്ട് മാറി, ഞാൻ കറക്റ്റായിട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ ഫോളോ അപ്പ് ചെയ്തു. എന്നിട്ട് വീണ്ടും ഒരു 5-6 മാസത്തിന് ശേഷം ആ ഒരു ഡിസീസ് വീണ്ടും വരുവാണെങ്കിൽ അന്ന് ഡോക്ടർ എനിക്ക് ഈ ഡ്രഗല്ലേ തന്നത്, സോ എനിക്ക് ഇനിയും ആ ഡ്രഗ് എടുക്കാം എന്നും പറഞ്ഞിട്ട് ആ സെയിം ഡ്രഗ് നമ്മൾ ഇഷ്ടപ്രകാരം കൊടുക്കുകയോ വേറെ ആർക്കെങ്കിലും ഈ ഒരു കണ്ടീഷൻ വരുമ്പോൾ ഞാൻ അന്ന് ഈ ഡ്രഗ് കഴിച്ചു നീ അത് കഴിച്ചോ എന്നും പറഞ്ഞാൽ ആരോടും അങ്ങനെ പറയരുത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പേഷ്യന്റുടെ രീതിയിൽ സ്വയം ചെയ്യാൻ പറ്റുന്നത്. ഇനി അടുത്ത നമ്മൾ പറഞ്ഞത് ഹാൻഡ് ഫ്രം ഗവൺമെന്റ് ആണ്. അതിന് മുന്നേ ഈ ഒരു ആന്റിബയോട്ടിക്സിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു ആന്റിബയോട്ടിക് സ്റ്റിവേർഷിപ്പ്. ഞാൻ ആദ്യം കാണിച്ചതായിരുന്നു ആന്റിബയോട്ടിക് സ്റ്റിവേർഷിപ്പ് എന്ന് പറയുന്നത്. സോ അതാണ് ഈ ഒരു ഗവൺമെന്റ് കാര്യം നമ്മൾ പറയുന്നത്. സോ ഗവൺമെന്റ് നമുക്ക് ആദ്യം സ്റ്റേറ്റ് ലെവലിൽ സ്റ്റാർട്ട് ചെയ്യും. സ്റ്റേറ്റ് ലെവലിൽ പറയുമ്പോഴത്തേക്കും ആദ്യമായിട്ട് ഒക്ടോബർ 2018 ഗവൺമെന്റ് ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നത് ഇൻ അസോസിയേഷൻ വിത്ത് സെന്റർ ഫോർ സയൻസ് ആൻഡ് ഡെവലപ്മെന്റ്. ആ ഒരു പ്രോജക്റ്റിന്റെ പേരായിരുന്നു കേരള ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ ഓർ KARSP. അവിടെ നിന്ന് കുറെ സ്ട്രാറ്റജീസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തേതാണ് അവയർനെസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ്. അതെന്ന് പറയുന്നത് നമ്മൾ ഓരോരോ ഈ ഒരു ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് അതിനുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രിവെന്റ് ചെയ്യാൻ കൊടുക്കണം അതിനെ പറ്റിയിട്ടുള്ള ഇതുപോലത്തെയുള്ള അവയർനെസ് ക്ലാസ്സസ്, വർക്ക്ഷോപ്സ്, ട്രെയിനിങ്സ് അതെല്ലാം നമ്മൾ കൊടുക്കാം. മെയിൻലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡോക്ടേഴ്സിനായിരിക്കും. അതുവഴി പിന്നെ ഫാർമസിസ്റ്റ്, നഴ്സ്, അല്ലാത്ത ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്, പേഷ്യൻസ് അങ്ങനെയുള്ള ലെവലിലോട്ട് നമ്മൾ ഈ അവയർനെസ് മാക്സിമം കൊടുക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നോളജ് ആൻഡ് എവിഡൻസ്. നമ്മളൊരു കാര്യം പറയുന്നതിന് മുന്നേ അതിനെപ്പറ്റി നമ്മൾ 100% അവയർ ആയിരിക്കണം, 100% അപ്ഡേറ്റ് ആയിരിക്കണം. അതിനുശേഷം മാത്രം നമുക്ക് പബ്ലിഷിന് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള നോളജസ്, കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പറയാനായിട്ട്. അതായത് രണ്ടാമത്തെ സ്ട്രാറ്റജി. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ കൺട്രോൾ. അതായത് മാക്സിമം ഉണ്ടാവാൻ സാധ്യതയുള്ള ഈ ഒരു ഡിസീസ് കണ്ടീഷൻസിനൊക്കെ എങ്ങനെയൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം. അത് പ്രിവെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആന്റിബയോട്ടിക്സ് യൂസേ ഉണ്ടാകുന്നില്ല. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. പിന്നെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്റ്റിമൈസ് ദ യൂസ് ഓഫ് ആന്റിബയോട്ടിക്സ്. കറക്റ്റ് ആയിട്ട് റാഷണൽ യൂസേജ് ഓഫ് ആന്റിബയോട്ടിക്സ് കൊണ്ടുവരിക. ഒരാൾക്ക് ആന്റിബയോട്ടിക്സിന്റെ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അയാൾ കഴിക്കാനായിട്ട് പാടുള്ളൂ എന്നുള്ള ഒരു സ്ട്രാറ്റജിയിലോട്ട് കൊണ്ടുവരിക. ഇനി അടുത്ത പറയുന്നത് എന്താണ് റിസർച്ച് ആൻഡ് ഇന്നോവേഷൻസ്. ഇപ്പോൾ ഒരു ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ഒരു ബാക്ടീരിയ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ട പുതിയ റിസർച്ചസ്, ഇന്നോവേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ലാസ്റ്റ് വന്ന് കൊളാബറേഷൻ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഫണ്ടിങ്ങും എല്ലാ കാര്യങ്ങളും വേണം. സോ അതിനൊക്കെ വേണ്ടിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുവരിക. ഇനി അടുത്ത പറയുന്നത് നാഷണൽ ലെവലിൽ എങ്ങനെയൊക്കെ നമുക്ക് ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് കൺട്രോൾ ചെയ്യാനുള്ള പ്രോഗ്രാംസ് എന്തൊക്കെയാണ് അത് പറയുന്ന പേരാണ് നാഷണൽ ആക്ഷൻ പ്ലാൻ ഫോർ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ അത് വന്നിട്ട് മാർച്ച് 2012 വിത്ത് ദ ഹെൽപ്പ് ഓഫ് ICMR ആയിരുന്നു അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ അതിലും ഇതേ സെയിം സാധനം ഇതിനെയാണ് നമ്മൾ ആന്റിബയോട്ടിക് സ്റ്റിവേർഷിപ്പ്
നേരത്തെ പറഞ്ഞത് ഒപ്റ്റിമൈസ് ദ യൂസ് ഓഫ് ആന്റിബയോട്ടിക്സ്. ആന്റിബയോട്ടിക്സ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. തെറാപ്പി മാക്സിമം ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പോകും. ഇതാണ് അവരുടെ സിലോഷി പ്രോഗ്രാമിന്റെ പിക്ചർ എന്ന് പറയുന്നത്. റെപ്രസെന്റേഷൻ. ഇനി അടുത്ത് പറയുന്നത് വേർഡ് ഫ്രം WHO. ഈ ഒരു WHO ഈ ഒരു ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേൾഡ് വൈഡ് ഇങ്ങനെ ഒരു വീക്ക് തന്നെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടി WHO കൊണ്ടുവരുന്ന ഒരു സെന്റൻസ് ആണ് think twice and seek advice. നമ്മൾ ഒരു ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നല്ലോണം ആലോചിച്ചതിന് ശേഷവും നന്നായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രമേ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതുപോലെ തന്നെ ഡോക്ടേഴ്സും ആ ഒരു കാര്യത്തിൽ കറക്റ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഫോളോ അപ്പ് ചെയ്യും. സോ ഇത്രയൊക്കെയാണ് ഒരു ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിനെ പറ്റിയിട്ട് പറയേണ്ടത്. അപ്പം നമ്മളാണ് ഈ ഒരു ഡ്രഗ്സിനെ അങ്ങോട്ട് ഹാൻഡിൽ ചെയ്തിട്ട് പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മാക്സിമം ഫോളോ അപ്പ് ചെയ്ത് ഇനി ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവാണ്ടിരിക്കാനായിട്ട് മാക്സിമം നോക്കുക. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ടോ ഫീഡ്ബാക്കോ ഒക്കെ അപ്പൊ ഇനി നമുക്കൊരു വീഡിയോ റെസിസ്റ്റേഷൻ കൂടെ ഉണ്ട്. അതിന്റെ പോകുന്നത് A group of mold spores surf a breeze through a lab. They drift onto a petri dish, and when they land, they germinate a medical revolution. This lab belongs to Alexander Fleming, a Scottish scientist investigating the properties of infectious bacteria. At this time, Fleming is away on vacation. When he returns, he finds a colony of mold growing on a petri dish he'd forgotten to place in his incubator. And around this colony of mold is a zone completely and unexpectedly clear of bacteria. In studying this mysterious phenomenon, Fleming came to realize that the mold was secreting some kind of compound that was killing the bacteria. The mold was a species in the Penicillium genus, so Fleming dubbed the antibacterial compound penicillin. What Fleming stumbled upon was a microbial defense system. The Penicillium mold constantly produces penicillin in order to defend itself from threats, such as nearby bacterial colonies that might consume its resources. Penicillin destroys many types of bacteria by disrupting synthesis of their cell walls. These walls get their strength from a thick protective mesh of sugars and amino acids that are constantly being broken down and rebuilt. Penicillin binds to one of the compounds that weaves this mesh together and prevents the wall from being reconstructed at a critical phase. Meanwhile,
Penicillin stimulates the release of highly reactive molecules that cause additional damage. Eventually, the cell structure breaks down completely. This two-pronged attack is lethal to a wide range of bacteria, whether in petri dishes, our bodies, or elsewhere. It's not, however, harmful to our own cells, because those don't have cell walls. For a decade or so after Fleming's discovery, penicillin remained a laboratory curiosity. But during World War II, researchers figured out how to isolate the active compound and grow the mold in larger quantities. They then went on to win the Nobel Prize for their work. Teams at Oxford and several American drug companies continued development, and within a few years it was commercially available. Penicillin and similar compounds quickly transformed the treatment of infections. For the time being, they remain some of the most important life-saving antibiotics used in medicine. However, the more we use any antibiotic, the more bacteria evolve resistance to it. In the case of penicillin, some bacteria produce compounds that can break down the key structure that interferes with cell wall synthesis. As antibiotic use has increased, more and more bacteria have evolved this defense, making these antibiotics ineffective against a growing number of bacterial infections. This means it's essential that doctors not overprescribe the drug. Meanwhile, 5 to 15% of patients in developed countries self-identify as allergic to penicillin, making it the most commonly reported drug allergy. However, the vast majority, over 90% of people who think they're allergic to penicillin actually are not. Why the misperception? Many patients acquire the allergy label as children, when a rash appears after they're treated for an infection with penicillin or closely related drugs. The rash is often blamed on penicillin, while the more likely culprit is the original infection, or a reaction between the infection and the antibiotic. However, genuine penicillin allergies, where our immune systems mistake penicillin for an attacker, do occur rarely and can be very dangerous. So if you think you're allergic but don't know for sure, your best bet is to visit an allergist. They'll complete an evaluation that'll confirm whether or not you have the allergy. Even if you do have a penicillin allergy, your immune cells that react to the drug may lose their ability to recognize it. In fact, about 80% of people who are allergic to penicillin outgrow their allergy within 10 years. This is great news for people who currently identify as allergic to penicillin. The drug may one day save their lives, as it has done for so many others. How does medicine know where it needs to go? What are antibiotics, and why do we take them? Antibiotics are medicines containing molecules usually produced by bacteria and fungi, and are used to treat a variety of infections that our natural immunity oftentimes struggles to fight off. The serendipitous discovery of penicillin by Alexander Fleming in 1928 and its first use over a decade later on Albert Alexander, who had been hospitalized after being scratched by a rosebud, changed the course of medicine forever. Today, close to a century after this discovery was made, things have become far more complicated. Antibiotic resistance has become one of the most pressing public health issues of our time. Antibiotic resistance occurs when bacteria evolve to become unaffected by the antibiotics that are used to treat the infections they cause. This evolution of resistance is mediated by the rapid occurrence of mutations that block or strengthen the defenses of bacteria against the antibiotics, favoring the development of superbugs. This phenomenon is the result of rampant overuse, underuse, and misuse of antibiotics, along with consumption of low-quality medicines, incorrect prescriptions, and poor infection prevention and control measures. Antibiotics used in animal rearing also contribute to the rise of resistant microorganisms and their migration into humans. In the last case, the country is suffering a double whammy of bacterial infections as a significant public health burden on one hand and the growing difficulty of treating these conditions with commonly used antibiotics on the other. The costs associated with treating drug-resistant cases of infectious diseases also causes a strain at state coffers and the health system overall. The National Public Health Laboratory, with technical support of the World Health Organization, has been conducting laboratory-based antimicrobial resistance or AMR surveillance
since 2020. In 2014, the then Ministry of Health and Population had endorsed the antibiotic treatment guidelines designed to aid rational use of antibiotics in the country. At this critical juncture, how can we contribute to fighting AMR? A few tips. Only use antibiotics when prescribed by a certified health professional. Always take a full prescription, even if you feel better. Never use leftover antibiotics. Never share antibiotics with others. Prevent infections by regularly washing your hands, avoiding contact with ill patients, and keeping the vaccinations up to date. It is imperative that we accelerate action on AMR if we want to avoid returning to a point in time where a small splash from a harm could kill. Hi, I'm going to explain the procedure for the antibiotic resistance scientifically. Remember we learned that because of natural selection, some bacteria can live in the presence of an antibiotic that can receive it naturally. When the antibiotic does not kill the bacteria is said to be resistant, as in the case of drug-resistant tuberculosis. In lab, we will test the effectiveness of antibiotics on 3 bacteria species to see which ones are resistant to any of the antibiotics. You will work with one partner to test the effects of the antibiotics on one of 3 bacteria species. In another class, after the bacteria have grown, you will observe the results and compare them to the results of 2 other teams. Let's get started. Here's a petri dish containing sterile agar, commonly referred to as an agar plate. Agar is a gelatin-like substance made from seaweed. It is moist and contains nutrients, so it is an ideal environment on which bacteria can grow. Open the petri dish only as much as necessary to avoid contaminating agar or consuming air. This package contains 2 swabs that are sterile. They will remain sterile as long as they are in the package, so do not remove them until you're ready to use them. The swabs have cotton on one end only, so open the package on the opposite end to avoid contaminating the sterile cotton. Each group of 2 students will receive an agar plate with one of these 3 bacterial species, E. coli, B. microides, or S. marcescens, which are growing on the surface of the agar. Your goal is to remove a small amount of the bacteria from the agar surface with a sterile swab and spread it evenly over the surface of the agar in a sterile plate, while minimizing the exposure of the agar surface to the air. As you spread the bacteria on the surface of the agar, rotate the swab to be sure the sample is being transferred from the swab. You have now made a lawn of bacteria on the surface of your agar plate. Place the used swab in an orange biohazard bag to avoid contaminating any of the last surfaces or yourself. Label the outside bottom of the petri dish with half which contains the agar with a large X to divide it into 4 quadrants. If you are allergic to any of the antibiotics we are using in this activity, your partner should do the rest of the procedure. Each of these sterile petri dishes contains a different antibiotic labeled with the initials of the antibiotic. AM for ampicillin, E for erythromycin, NTE for tetracycline. A 4th petri dish contains lid discs. We will place one of each of these discs using forceps on the surface of the agar. First, sterilize the forceps using an alcohol pad. Then, open the small petri dish, remove one of the discs, and place it on the surface of the agar in the middle of one of the quadrants. In order to prevent the disc from falling off of the agar, gently press each one so that it sticks on the agar. Repeat the procedure for the other 2 antibiotics, sterilizing the forceps before you remove the disc each time. Finally, you will place one lid disc in the last quadrant, the same way you place an antibiotic disc. We will incubate your plate at room temperature in an upside-down position, that is to say, with the agar surface on the top. This is to prevent condensation from the lid caused by the respiration of bacteria from raining down on the agar surface and interfering with the bacterial growth. Place your initials and the initials of the bacteria on the lid of the petri dish, that is, the part without the agar. The TA will collect your plate when you are finished. You will observe the growth of the bacteria in the next class period. So, what does resistance look like? Here's an agar plate from a few days ago that was swabbed with bacteria and then an antibiotic disc and a control disc were placed on the surface. Here you see a clear zone around one of the antibiotic discs, called the zone of inhibition. The antibiotic killed the bacterial cells that were swabbed in that area. Where the bacteria had grown up to the edge of the disc, the antibiotic was ineffective. That is to say, the bacteria were resistant to this antibiotic. When you arrive at the lab, review these procedures before you prepare your agar plate. See you next time, but don't forget to wash your hands before you leave the lab. This is Amala. She was born only a few hours ago and has a serious blood infection called septicemia. You would think that antibiotics would work for her infection, but we are finding more and more cases where antibiotics can kill some bacteria. And
Antibiotics cure infections, but for years we have taken too many of them, and often for the flu or a common cold for which they do not work. This has made many bacteria resistant, which means that antibiotics will no longer work. Unfortunately, the overuse and misuse of antibiotics are making bacteria grow stronger and resistant to antibiotics, and there are few antibiotics being developed. What can you do? Always seek the advice of a healthcare professional before taking antibiotics. Only take antibiotics when you have a prescription and do not self-medicate. Also, wash your hands and practice good hygiene at home and in hospitals to prevent bacterial infections in the first place. Thankfully, Amala didn't have a resistant bacterial infection, and the antibiotics prescribed by the doctor worked, and she recovered from an infection that could have killed her. We must act together to make sure that our antibiotics remain effective for when you and your children need them. Antibiotics are a precious lifesaver, so let's handle them with care. അപ്പൊ ഇത് ആക്ച്വലി ആർക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്? ഇവര് നല്ല അടിപൊളിയായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. അതേപോലെ ഇത് നമ്മളെ അവയർനെസ് ഭാഗമായിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും അവയർ ആയിരിക്കണം. ഇതുവഴി കേട്ട് ഇതുവഴി കളയരുത്. പിന്നെ അതേപോലെ തന്നെ ഈ ക്ലാസ് ഇത്രയും ഭംഗിയായിട്ട് ചെയ്ത പോലെ തന്നെ ഇനി വേറെ അവയർനെസ് ക്ലാസ്സും വേറെ പ്രോഗ്രാംസും നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ഇനി വരാൻ പോകുന്ന സ്റ്റുഡൻസും എല്ലാവരും കണ്ട് ഇൻസ്പയർഡായി ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങളാണെങ്കിലും ഇത്രയും വണ്ടർഫുൾ ക്ലാസ് എടുത്തതിന് എൻ്റെ വക എല്ലാവരും പേരും നന്ദി അറിയിക്കുന്നു. സെഷൻ കൊള്ളായിരുന്നു. ഇപ്പോൾ ഒട്ടുമിക്കവർക്കും ഒത്തിരി അവയർനെസ് കൊടുക്കാറുണ്ട്. കൊറോണയ്ക്ക് ശേഷം നമ്മൾ ഒത്തിരി ഇൻഫോർമേറ്റീവ് ആയി ഇങ്ങനത്തെ കാര്യത്തെ പറ്റി. കാരണം ആർക്കും അറിയാത്ത ഒരു സബ്ജക്റ്റ് ആയിരുന്നു കോമൺ. എന്നുവെച്ചാൽ ഈ നമ്മുടെ മെഡിസിനൽ ഫീൽഡിൽ വരുന്നവർക്ക് മാത്രം അറിയാവുന്നൊരു വിഷയമാണ് ഈ ഹൈജീൻ, പിന്നെ അല്ലാതെ നമ്മുടെ ആന്റിബയോട്ടിക്സിൻ്റെ ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ കൊറോണയ്ക്ക് ശേഷം ഒത്തിരി ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ട് എല്ലാവരും. പക്ഷേ നമ്മൾ ഡോക്ടറോടും കൂടെ പറഞ്ഞത് നമ്മുടെ വീട്ടുകാർക്കും അവർക്കൊക്കെ അറിയില്ലാത്ത കാര്യമാണ്. ഇതിൽ പറഞ്ഞൊരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഈ സെൽഫ് മെഡിക്കേഷൻ. എല്ലാം അപ്പോൾ ഇവിടെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ സെൽഫ് മെഡിക്കേഷൻ ഒക്കെ. അപ്പോൾ നമ്മളത് എല്ലാവരും പറഞ്ഞു കൊടുക്കണം. നമ്മുടെ ഈ കോഴ്സിൻ്റെ ഒരു നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യസ്ഥരാണ്. സോ ദ സിസ്റ്റം വാസ് ഗുഡ്. താങ്ക് യു. ശരിക്കും പറഞ്ഞാൽ ഇത് ആർക്കും അറിയാത്തൊരു കാര്യമായിരുന്നു. ആന്റിബയോട്ടിക്സിനെ പറ്റി ആദ്യം എന്താണ് ഡെഫിനിഷൻ അങ്ങനെയുള്ള കാര്യം അറിയായിരുന്നു. പക്ഷെ അത് കോഴ്സ് കാരണങ്ങൾ ഒക്കെയാണ് ക്ലാസ് എടുക്കുമ്പോൾ വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റി. ക്ലാസ് എടുക്കുമ്പോൾ ബേസിക് ക്ലാസ് ഒക്കെ വളരെ നന്നായിരുന്നു. സുരേഷൊക്കെ എല്ലാം നന്നായിരുന്നു. സോ എന്റെയും ക്ലാസ്സിൽ ആകുന്നു. താങ്ക്സ്.